നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താനൊന്ന് വിളി, ഞാൻ ഒന്ന് കാണട്ടെ. അല്ല അതിപ്പോ എന്തേ ഫോണിൽ ബാലൻസ് ഇല്ലേ? അല്ലെങ്കിൽ എന്റെ നമ്പറിൽ നിന്ന് വിളി, എനിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്. അല്ല വേണ്ട വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്നാ നടക്കട്ടെ. എനിക്കും അയാളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ക്ഷമിച്ചേക്കണ്ട, അറിഞ്ഞോണ്ട് തട്ടിയതാ. ക്ഷമിച്ചേക്ക്, ഇത് അറിഞ്ഞോണ്ട് തന്നെയാ. എന്താടാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? സൈസ് ഇറക്കാൻ വന്നേണാ? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? എന്താ ചേട്ടാ ഇത്? വെറുതെ മെക്കിട്ട് കയറുവാണോ? കേറിയത് എന്തോ ചെയ്യടാ, പറയടാ. എടാ പറയാൻ എന്തുവാടാ ഇവിടെ? വിടടാ. സാറിനെ കണ്ടാൽ അറിയില്ലടാ സാറൊരു മാന്യനാണെന്ന. പിന്നെന്തിനാ നമ്മൾ നമ്മുടെ സ്വഭാവം അറിയിക്കണത്? സാറ് പറ സാറേ, സാർ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കിടക്കണത്? ഇത് കടപ്പുറമല്ലേ, അല്ല സാറിന് തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്ക് മജീദേ, സാറപ്പ ചൊറയാ, നല്ല ഒന്നാം തരം ചോറ. നമ്മളപ്പ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞ സാറിന്റെ ഉള്ളങ്ങ് തുറന്ന് കാണിക്കും. നമ്മൾ ചൂരയുടെ ചെകള പൊളിച്ചു നോക്കില്ലേ, ആ ഒരു കലാപരിപാടി ഇവിടെ എടുക്കേണ്ടി വരും. നല്ലൊരു ചെകള പൊളി. അവിടെ നിക്ക്, എവിടെ പോണ്? നിങ്ങളൊക്കെ ആരാ? സാറ് കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ കടപ്പുറം തറവാട് സ്വത്താണോന്ന്? ഞങ്ങളുടെയൊക്കെ സ്വത്താ സാറേ ഈ കടപ്പുറം. ഞങ്ങളെയൊക്കെ പെറ്റിട്ടതേ ഈ കടപ്പുറത്താ. അതുകൊണ്ട് ഇവിടെ ചത്ത് വീണാലും ഞങ്ങൾക്ക് സന്തോഷ. നിങ്ങൾക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു. തെറ്റിയത് സാറിനാ സാറേ. ഇല്ലെങ്കിൽ ആ പാവം പിടിച്ച ശാലിനി മാടത്തെ കണ്ണീരിനാക്കാനായിട്ട് നീ നിന്റെ നാട്ടുകളി കളിക്കായിരുന്നോ? നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് മാറിക്ക് പോയി. ഇനി ഇവന്റെ മോന്ത കെട്ടിട്ട് പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. നീ ആരടാ? എടാ ഇത് കടപ്പുറവാ, കുത്തി കൊടലെടുത്ത് കളയും. വീട് മജീദേ, അതൊന്നും വേണ്ടാന്നേ. സാറിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റാതെ നോക്കാൻ സാറിന് നന്നായിട്ട് അറിയാന്നേ. പറ സാറേ, സാർ എന്തിനാ കാർത്തിക കൊച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞത്? ഏത് എണ്ണം കെട്ടവും പറഞ്ഞിട്ടാ? അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞതാ. മജീദേ, നീ വെള്ളം ഇറക്കിക്കേ. ഇവനെ കടലിൽ കൊണ്ടുപോയി കുറച്ച് കാറ്റ് കൊളിച്ചിട്ട് വരാം. ഇവന്റെ ചീഞ്ഞു നാറിയ സ്വഭാവത്തിന് കടൽ ചുരുക്കേക്കുന്നത് നല്ലതാ. കാറ്റ് കൊള്ളാനും കടല് നല്ലതാ. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ പറയൂ. അത് മധുശ്രീ എന്ന് പറയുന്നവള് എനിക്ക് കുറച്ച് കാശ് വന്നു. അത് കഴിഞ്ഞ് കാർത്തിക അറിയില്ലെന്ന് പറയാനും പറഞ്ഞു. കാർത്തികയെ തിരക്കി നടന്ന് കുറച്ച് കാശ് പോയതുകൊണ്ട് കിട്ടിയ കാശ് ഞാനങ്ങ് വാങ്ങി. നീ അവളെ കെട്ടാമെന്നവനല്ലടാ, പിന്നെ നീ അവളെ തിരക്കിടക്കുന്നത്? തിരക്കിടക്ക അവൾക്ക് അച്ഛനമ്മയില്ലേ? പറയടാ. അച്ഛനും അമ്മയുണ്ട്. അവർക്കറിയില്ലേ എവിടെ ഇറങ്ങിപ്പോയത്? അറിയാം, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. അവൾ എവിടെയാണെന്നറിയാതെ വിഷമിച്ചിരിക്കുക അവര്. ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, വിഷമാക്കി തിന്നുകയാ വേണ്ടത്. മജിദേ, ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പരും ആ കൊച്ചിന്റെ അച്ഛന്റെ സ്ഥാപന ജംഗമങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വാങ്ങിച്ചിട്ട് കടലിൽ കൊണ്ട് കളാടാ. മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങള്.
അതെ വേണ്ട 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 ഇരുന്നു ഇരുന്നോ കുഴപ്പമില്ല. ഹർഷനെ ഓർമ്മിക്കായിരിക്കും അല്ലേ? അല്ല നല്ല സന്തോഷത്തിലാണല്ലോ, മൂളിപ്പാട്ടൊക്കെ പാടി വേറെ ഏതോ ലോകത്ത്. അതെ. അല്ല കുറെ നാളായല്ലോ അയാൾ വരും തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? എന്താണ് തനിക്കൊരു ഒളിച്ചുകളി? ഏയ് ഒളിച്ചുകളിയൊന്നുമില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹർഷന് ഫോണിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാ ഒന്നും അറിയാൻ കഴിയാത്തത്. എന്തായാലും സാരില്ല, ചിലപ്പോ ഇപ്പൊ കിട്ടിയിരിക്കാം. താനൊന്ന് വിളി, ഞാനൊന്ന് കാണട്ടെ. അല്ല അതിപ്പോ എന്തേ ഫോണിൽ ബാലൻസ് ഇല്ലേ? അല്ലെങ്കിൽ എന്റെ നമ്പറിൽ നിന്ന് വിളി, എനിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്. അല്ല വേണ്ട വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്നാ നടക്കട്ടെ. എനിക്കും അയാളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. എന്തുറ്റി? ഫോൺ സ്വിച്ച് ഓഫാ. അവന്റെ സാരമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ശ്രമിച്ചു നോക്കാം. പിന്നെ ഈ ഹർഷന്റെ ഫോട്ടോ കാണില്ലേ എന്റെ കയ്യില്? അതൊന്ന് കാണാൻ പറ്റുമോ? അല്ല ആളെങ്ങനെയുണ്ടെന്നൊന്നും അറിയാലോ. അത് എന്റെ കയ്യില് ഫോട്ടോസ് ഒന്നുമില്ല. ഞങ്ങളങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അത് ശരി, കഷ്ടമായ എന്തായാലും. സാരമില്ല, ഫോണിൽ കിട്ടുമ്പോ ഞാൻ തന്നെ ഹർഷനോട് നേരിട്ട് പറഞ്ഞോളാം 1-2 ഫോട്ടോസ് എനിക്ക് അയക്കാൻ. അപ്പൊ മൂളിപ്പാട്ടും സന്തോഷമൊക്കെ നടക്കട്ടെ. ഇരുന്ന് മൂളിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.